എമ്പതറ്റിക്കൽ ആറ്റിറ്റ്യൂഡുള്ള, മനുഷ്യത്വം മരവിക്കാത്ത മനുഷ്യരുള്ളിടത്തോളം കാലം സഹായരായ ഒരു മനുഷ്യരും ഒറ്റയ്ക്കാകില്ല. കൂട്ടിനായി നമ്മൾ മനുഷ്യത്വമുള്ള ആളുകളുണ്ടാകും. ചുറ്റിലുമുള്ള ആളുകളുടെ വേദന തൻ്റേതെന്നതുപോലെ ഉൾക്കൊണ്ട് വേദനിക്കുന്നതാണ് മനുഷ്യത്വം. അതറിഞ്ഞ് ഉൾക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യത്വം. അപ്പോഴാണ് ഈ എമ്പതി എന്നത് അർത്ഥപൂർണമാകുന്നത്. എമ്പതി ഈസ് ദ എബിലിറ്റി ടു ഷെയർ someone else's feelings or experience by imagining what it would be like to be in that person's situation. എമ്പതി എന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒന്നാണ്. മനുഷ്യർ മറ്റൊരാളുടെ വേദനകളെ തിരിച്ചറിഞ്ഞും അത് ഉൾക്കൊണ്ടും അവരെ ചേർത്ത് പിടിക്കുമ്പോൾ മനുഷ്യത്വം പിറക്കുന്നു. അത് മനുഷ്യനെ വീണ്ടും വീണ്ടും പുനർജനിക്കാൻ എന്നതുപോലെ പ്രാപ്തനാക്കുന്നു. എമ്പതി എന്ന പദത്തിന് അർത്ഥം നൽകുന്ന ചേർത്ത് പിടിക്കൽ. പോയവരൊക്കെ ഉയർത്തെഴുന്നേൽക്കട്ടെ. എല്ലാം നഷ്ടപ്പെട്ടവർ, കുഞ്ഞുമക്കളടക്കം നഷ്ടപ്പെട്ട അവരുടെ വേദന നടുക്കടലിൽ അകപ്പെട്ടതിനേക്കാൾ ഭയാനകമാണ്. അവരുടെ വേദന അളക്കാൻ ഇന്ന് ഒരു മാപിനിക്കും ആവതില്ല. അങ്ങനെയുള്ള മനുഷ്യരുടെ സങ്കടങ്ങളെ, പ്രയാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരുതരം മനസ്സുണ്ടല്ലോ, ഒരുതരം സ്നേഹമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ മനുഷ്യത്വം. അതാണ് എമ്പതി. നമ്മൾ ആ അവസ്ഥയിലാണെങ്കിൽ എങ്ങനെയെന്ന് ചിന്തിക്കുന്ന ഫീൽ, ആ സങ്കടം അതേപടി ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് എമ്പതി എന്നത്. ഇഫ് യു ആർ an empathetic person, please extend your sympathy and empathy and compassion to others, especially for the needy people. നിസ്സഹായരായ ആളുകൾക്ക് വേണ്ടത് നമ്മളുടെ സ്നേഹമാണ്, ആശ്വാസമാണ്, നമ്മളുടെ സഹായങ്ങളാണ്, നമ്മളുടെ കരുതലാണ്, നമ്മളുടെ ചേർത്ത് പിടിക്കലാണ്. അമ്മ നഷ്ടപ്പെട്ട് അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്ര വേദന മറ്റെന്തിനുണ്ട്? അമ്മയുടെ സ്നേഹവും വാത്സല്യവും വാംത്തും കെയറും ചുംബനങ്ങളുമാണ് ഓരോ മനുഷ്യരെയും എന്തിനേയും അതിജീവിക്കാനും കരുത്തുള്ളവരും ആക്കി തീർക്കുന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട, അമ്മയുടെ നഷ്ടത്താൽ മുലപ്പാൽ നഷ്ടമായ കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ സ്നേഹം, അതിന്മേൽ പുതിയൊരു വാക്ക് നൽകാനില്ല. സങ്കടക്കടലിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അവരുടെ മുറിവുകൾക്ക് മരുന്നാകട്ടെ മറ്റു മനുഷ്യരുടെ കൂട്ടിരിപ്പ്, സഹായഹസ്തങ്ങൾ, ചേർത്ത് പിടിക്കൽ, എമ്പത്തറ്റിക്കൽ അപ്രോച്ച്. നമുക്കും പ്രാർത്ഥിക്കാം നിസ്സഹായരായ ആളുകൾക്ക് വേണ്ടി. മനുഷ്യത്വം മരവിച്ചിടാത്ത മനുഷ്യരുള്ളിടത്തോളം കാലം നിസ്സഹായരായ, സങ്കടപ്പെടുന്ന മനുഷ്യർക്ക് എന്നും കൂട്ടിരിക്കാൻ ആളുകളുണ്ടാവും. ഏവർക്കും നന്ദി, നമസ്കാരം. ഏവർക്കും സ്നേഹം.